നമസ്തേ. ടോപ്പ് 7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായി. സുപ്രധാന രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത്. മുസ്ലിം സ്ത്രീകളോടുള്ള വിവേചനത്തിന് പരിഹാരം ഏകീകൃത സിവിൽ കോഡെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. മുസ്ലിം വ്യക്തി നിയമത്തിലെ വിവേചനപരമായ ഭാഗങ്ങൾ റദ്ദാക്കുന്നത് നിയമപരമായ ശൂന്യത സൃഷ്ടിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. വിഷയത്തിൽ നിയമനിർമ്മാണ സഭ നടപടി സ്വീകരിക്കട്ടെ എന്നുമാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, ആർ മഹാദേവൻ ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചാണ് നിർണായക പരാമർശം നടത്തിയത്. മുസ്ലിം വ്യക്തി നിയമത്തിലെ ചില വകുപ്പുകൾ സ്ത്രീ വിവേചനപരമെന്ന പശ്ചാത്തലത്തെ ചോദ്യം ചെയ്തു സമർപ്പിച്ച ഹർജിയിലാണ് നിർണായക നിരീക്ഷണം. വ്യക്തി നിയമത്തിലെ സ്ത്രീ വിവേചനം ഇല്ലാതാക്കാൻ ഏകീകൃത സിവിൽ കോഡാണ് പരിഹാരമെന്ന പരാമർശമാണ് കോടതി നടത്തിയത്. വ്യക്തിഗത നിയമങ്ങൾ ഭരണഘടനാ മാനദണ്ഡങ്ങളുമായി തുലനം ചെയ്യുക സാധ്യമല്ല എന്ന് മുംബൈ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി കോടതി നിരീക്ഷിച്ചു. വിവേചനപരമായ വ്യക്തി നിയമ വകുപ്പുകൾ റദ്ദാക്കിയാൽ നിയമപരമായ ശൂന്യത ഉണ്ടാകുമെന്നും സമാന പ്രശ്നങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ വകുപ്പുകൾ ആ ശൂന്യത നികത്തുന്നുവെന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചത്. പുരുഷന്മാർക്ക് തുല്യമായ അവകാശം സ്ത്രീകൾക്കും ബാധകമാക്കണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുന്നോട്ടുവച്ചു. മതപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള സംരക്ഷണം വ്യക്തി നിയമത്തിന് ബാധകമല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. മതാനുഷ്ഠാനത്തിന് വിഷയമല്ല, അവകാശങ്ങളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ നിലപാട്. ഈ പശ്ചാത്തലത്തിലാണ് വിഷയം നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ എന്ന നിലപാടിൽ സുപ്രീം കോടതി എത്തിയത്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കണമെന്ന സുപ്രീം കോടതി നിലപാട് സുപ്രധാന രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കും. നാഷണൽ ഡെസ്ക്, ജനം. വിവേകേതര ബന്ധാരോപണത്തിൽ നാണം കെട്ടിട്ടും രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മാപ്പ് പറഞ്ഞാൽ തീരുന്ന വിവാദമാണോ ഉയർന്നത് എന്നതാണ് ചോദ്യം. ഗണേഷ് കുമാറിന് എല്ലാ കവചവും ഒരുക്കുകയാണ് മുഖ്യമന്ത്രി. ഗണേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലെ തീരുമാനം. വിവാദം മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയായില്ല. CPI മന്ത്രിമാർ പോലും വിഷയം ഉന്നയിക്കാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനം. രാജിവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച വിവാദാരോപണങ്ങളിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു. രാജികാര്യങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ മന്ത്രി മാധ്യമങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചു. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതിന് കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ പരാതി കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുമ്പോഴും LDF സർക്കാരിനെതിരെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുകയാണ്. പിണറായി സർക്കാരിന് ഏറ്റവും വലിയ നേട്ടമായി പറയുന്നത് സ്ത്രീപക്ഷ നിലപാടുകളാണ്. എന്നാൽ ഗണേഷിനെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ സ്ത്രീപക്ഷാവകാശവാദം ആവർത്തിക്കാനാകില്ല. വീട്ടിൽ കയ്യേറ്റമടക്കം ഉണ്ടായെന്ന് 112-ൽ വിളിച്ച് മന്ത്രിയുടെ ഭാര്യ പരാതിപ്പെട്ടപ്പോൾ വന്ന പോലീസ് ഒരു നടപടിയും എടുത്തില്ല. ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ പോലീസ് ഒഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളെ വിവരമറിയിച്ചെന്ന വെളിപ്പെടുത്തലുമുണ്ടായി. പരാതി ഒത്തുതീർപ്പാക്കുമ്പോഴും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നടപടികൾ വേഗത്തിലാക്കിയ സർക്കാർ ഗണേഷിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തെന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഉയർത്തും. പത്തനാപുരത്ത് ഗണേഷിന്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോഴുമൊക്കെ ഇടത് നിലപാട് ചോദ്യം ചെയ്യപ്പെടും. അതേസമയം ഗണേഷ് മന്ത്രിയായി തുടരുന്നതിൽ മുന്നണിയിൽ CPIക്ക് ഉൾപ്പെടെ എതിർപ്പുമുണ്ട്. ജനം, തിരുവനന്തപുരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ സന്ദർശിച്ച് സ്പീക്കർ A.N. ഷംസീറും രംഗത്തെത്തി. ഗണേഷിനും ഭാര്യയ്ക്കും ഇടയിലുള്ളത് കേവലം കുടുംബ പ്രശ്നമാണെന്നാണ് സ്പീക്കറുടെ വാദം. മന്ത്രിയുടെ കാര്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിലിപ്പം നിങ്ങളിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. അത് ഇന്ന് രാവിലെ നിങ്ങളുടെ തന്നെ പല ചാനലുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് കാർഡിലൂടെ മനസ്സിലാക്കുന്ന പ്രശ്നം പരിഹരിച്ചു എന്നാണ്. അപ്പം നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന വിഷയം അതൊരു ഫാമിലി ഇഷ്യൂ ആണ്. അതിന്ന് അവർ തന്നെ പരിഹരിച്ചു എന്ന് നിങ്ങളുടെ തന്നെ ചാനലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പത്നി വന്നു പറഞ്ഞ കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ തൊടുപുഴയിൽ യുവമോർച്ച പ്രതിഷേധം. കയ്യിൽ കോഴിയുമായാണ് തൊടുപുഴ KSRTC സ്റ്റാൻഡിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സ്റ്റാൻഡിന് മുൻപിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു മന്ത്രി എന്ന നിലയിൽ നിലവാരം പുലർത്തണം. വാക്കിലും പ്രവൃത്തിയിലും മാടമ്പിത്തമുള്ള ഗണേഷ് മന്ത്രിസഭയിലെ പുഴുക്കുത്താണ്. വിവാദം സർക്കാരിന് തന്നെ അപമാനമായതിനാൽ മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിരൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. ഗണേശന്റെ രാജി തന്നെയാണ് വെള്ളാപ്പള്ളി ലക്ഷ്യം വെക്കുന്നതും. മന്ത്രി നിലയും നിലവാരവും പുലർത്തണം. മന്ത്രിസ്ഥാനത്തിരുന്ന് ഇത്രയും തറയായ ഒരാൾ വേറെയില്ല. ഭാര്യയോട് നീതി കാണിച്ചില്ല, വെള്ളാപ്പള്ളി പറഞ്ഞു. ഒരു മന്ത്രിയാകുമ്പോൾ പോലെങ്കിലും ഒരു നിലയും നിലവാരവും പുലർത്താൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ അവസാനം വന്ന ഭാര്യയോട് പോലും ഒരു നീതി കാണിച്ചില്ല. മാന്യമായ പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം വഷളായ പ്രവർത്തനങ്ങളാണ് ഗണേഷിൽ നിന്നും ഉണ്ടാകുന്നതെന്നും പൊതുപ്രവർത്തനത്തിന്റെ മാന്യതയും മര്യാദയും കാണിച്ചില്ലെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. കുറെ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇത്തരം വഷളായ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം തറ പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രി കാണുകയില്ല. ആരുമല്ല, മന്ത്രി എന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. മന്ത്രിസഭയ്ക്ക് വരെ പുഴുക്കുത്താണ് ഗണേഷ് കുമാർ. ഭംഗിയായി ഭരണം നടത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും അപവാദം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ധാർഷ്ട്യവും മാടമ്പിത്തരവുമാണ് ഗണേഷിന്റെ വാക്കിലും പ്രവൃത്തിയിലും. പരാതി പിൻവലിച്ചതുകൊണ്ട് ഒന്നുമില്ലാതെയാകുന്നില്ല എന്നും ഗണേഷ് വഷളനായ മന്ത്രിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഒരു ഭാര്യ പരാതി പറഞ്ഞ് പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമല്ല. സമൂഹത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ടുണ്ട്. ജനം, ആലപ്പുഴ. യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ വീണ്ടും ഒളിച്ചുകളിച്ച് സംസ്ഥാന സർക്കാർ. കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ നിലപാട് വ്യക്തമാക്കാമെന്ന് സംസ്ഥാന നിയമമന്ത്രി P. രാജീവ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നയം വ്യക്തമാക്കാൻ സുപ്രീംകോടതി അനുവദിച്ച സമയം അടുത്തിരിക്കെയാണ് നിയമമന്ത്രിയുടെ പ്രസ്താവന. 9 കേസുകളാണ് നിലവിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ വിധി വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശബരിമല മാത്രമല്ല സുപ്രീംകോടതി കേൾക്കുന്നത്, എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ശബരിമല റിവ്യൂ ഹർജി കേൾക്കണോ വേണ്ടയോ എന്നതിലേക്ക് അവരെത്തുള്ളൂ. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടനാ വിദഗ്ധരുമായിട്ട് കൂടി ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുത്തും. അതിലൊന്നിപ്പോൾ 25-26 ഡിനോമിനേഷൻ പ്രശ്നം എങ്ങനെ വെക്കുന്നു, പിന്നെ അവിടെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, ജുഡീഷ്യലിക്ക് ഇടപെടാനുള്ള എൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള 7 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് തന്നെ അവ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടുമെന്നായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ വ്യക്തമാക്കിയത്. ഏതാണോ ശബരിമലയിലെ ആചാരം അത് തുടരുമെന്നും അറിയിച്ചു. എന്നാൽ അതിനു നേരെ വിരുദ്ധമായ സമീപനമാണ് നിയമമന്ത്രിയുടേത്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി നിയമമന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കുവാനുള്ള സർക്കാർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് നടത്തുന്നതെന്നും ആക്ഷേപമായി ഉയരുന്നു. ഭക്തരെ അനുകൂലിക്കുന്ന യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാകില്ല എന്നും സർക്കാരിന്റെ പ്രകസനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ആക്ഷേപമായി ഉയരുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. വനംവകുപ്പ് വാച്ചർ പാലക്കാട് തിരുവിഴാംകുന്ന് ഷൈജുവാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. വൈകിട്ട് 4 മണിയോടെ കോട്ടപ്പാടം ചെന്നേരിക്കുന്നിലായിരുന്നു സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് കാട്ടാന ആക്രമണത്തിൽ. അതിൽ എടുത്തു പറയേണ്ടത് വനംവകുപ്പ് വാച്ചറാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, ഈ ഒരു വാർത്ത വരുമ്പോൾ സാധാരണ ആൾക്കാർ കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെല്ലുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഈ വാച്ചർമാരുടെ ഒരു പരിമിതി എടുത്ത് പറയേണ്ടതുണ്ട്. ഇവരുടെ പക്കൽ എപ്പോഴും കയ്യിലുണ്ടാവുക ഒരു ടോർച്ചോ വടിയോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനെതിരെ പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ട ഒരു കാര്യങ്ങൾ നൽകുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു.
ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നത്. അരുൺ. തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടെയായിരുന്നു ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായത്. പാലക്കാട് തിരുവിഴാങ്കുന്നിലാണ് കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഷൈജു എന്ന 23-കാരനാണ് മരിച്ചത്. കോട്ടപ്പാടം ചെന്നേരിക്കുന്നിൽ വെച്ചാണ് ഈ കാട്ടാന ഷൈജുവിനെ ആക്രമിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തീർക്കുന്നതിനിടെ 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കാട്ടാന ഈ ഷൈജു എന്ന 23-കാരനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനവാസ മേഖലയിൽ വേനൽ കടുത്തതോടുകൂടെ കാട്ടാനയും അതുപോലെ തന്നെ മറ്റ് വന്യജീവികളും ഒക്കെ തുടർച്ചയായി ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. വനംവകുപ്പ് വാച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇതിനെയൊക്കെ കാട് കയറ്റി വിടുന്നതിന് അവർക്ക് അവരുടെ പക്കൽ മതിയായ ഉപകരണങ്ങളോ മറ്റോ ഇല്ല എന്നുള്ളത് നിരന്തരം അവർ പറയുന്നതാണ്. പക്ഷേ അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ കാട്ടാനക്കലിയിൽ ജീവനുകൾ പൊലിയുന്നത് സംസ്ഥാനത്ത് തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വ്യക്തമാണ്, കാട്ടാനക്കലിയിൽ ജീവനുകൾ പൊലിയുന്ന വീണ്ടും ആവർത്തിക്കുകയാണ്. വനംവകുപ്പ് വാച്ചർ പാലക്കാട് തിരുവിഴാംകുന്ന് ഷൈജുവാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. വൈകിട്ട് 4 മണിയോടെ കോട്ടപ്പാടം ചെന്നേരിക്കുന്നിലായിരുന്നു ഈ ഒരു സംഭവം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. വിവരം നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. പ്രധാന സേവകൻ നാളെ കേരളത്തിലെത്തും. വികസിത കേരളം ലക്ഷ്യമിട്ടുള്ള മാറ്റത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരും ആവേശത്തിലാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ടായ വികസനം കേരളത്തിലുമുണ്ടാകും. NDA സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദി സന്ദർശിച്ച ശേഷം രാജീവ് ചന്ദ്രശേഖർ ഒരുക്കങ്ങൾ വിലയിരുത്തി ജനവിയോട് പ്രതികരിച്ചു. ത്തിയാലും ഇല്ലെങ്കിലും കേരളത്തിനായി ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി ചെയ്യാറുണ്ട്. ഇനിയും അത് ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൊച്ചിയിൽ ജനൻ ടിവിയോട് പറഞ്ഞു. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ NDA സമ്മേളനവേദി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. മാറ്റം തുടങ്ങാം ആണ് ജനങ്ങൾ ആവശ്യം, അത് ഞങ്ങൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ആ ക്യാമ്പയിൻ ഒരു വികസിത കേരളത്തിന് വേണ്ടി NDAൻ്റെ കാഴ്ചപ്പാടും NDA മുമ്പോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യം, അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ വരുന്നു. ഞങ്ങളെല്ലാവരും വലിയ ആവശ്യത്താണ്. ജനങ്ങളും ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും അദ്ദേഹം കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഒരു ഗവൺമെൻറ് പ്രോഗ്രാമുണ്ട്. അദ്ദേഹം കുറേ കേരളത്തിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന പദ്ധതികളും പ്രോഗ്രാംസും ലോഞ്ച് നാളെ നടക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ്, BJP എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് KS ഷൈജു എന്നിവരൊപ്പമുണ്ടായിരുന്നു. NDA കൺവെൻഷനിൽ 1,00,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ് സമ്മേളന മുദ്രാവാക്യം. കല്ലൂർ സ്റ്റേഡിയത്തിലെ NDA സമ്മേളനവും കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കുന്ന വേദികളെല്ലാം സജ്ജമായി. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നതിന്റെ ട്രയൽ റണ്ണും നടന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചിയിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. സമൂഹമാധ്യമ പോസ്റ്റിലും കേരളത്തിലെ സന്ദർശനം പരാമർശിച്ച് പ്രധാനമന്ത്രി. നാളെ കേരളവും തമിഴ്നാടും സന്ദർശിക്കുമെന്ന് എക്സ് പോസ്റ്റിലാണ് പ്രധാനമന്ത്രി കുറിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കെ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക കുറിപ്പിൽ കേരളം എന്ന് പ്രയോഗിച്ചത് ഏറെ ശ്രദ്ധേയമായി. ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ നടത്തിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ യുക്രൈൻ വിഷയം ചർച്ച ചെയ്തതായും ട്രംപ് വെളിപ്പെടുത്തി. ഇറാൻ യുദ്ധം വൻ വിജയമെന്ന് ട്രംപ്. ഇറാന്റെ നാവിക വ്യോമ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും തകർത്തു. നിലവിൽ ഇറാനെ ഒരു നേതൃത്വം ഇല്ലാതായി, വാർത്താവിനിമയ സംവിധാനങ്ങൾ പോലും തകർന്ന അവസ്ഥയിലാണ്. ഒരു പുതിയ രാഷ്ട്രം നിർമ്മിക്കലാണ് ഇറാനിൽ ചെയ്തതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. It's the beginning of building a new country, but they have no navy, they have no air force. They have no anti-aircraft equipment. It's all been blown up. They have no radar. They have no telecommunications. And they have no leadership. It's all gone. So, you could look at that statement. We could call it a tremendous success right now as we leave here. I could call it, or we could go further. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചതായും ട്രംപ് പറഞ്ഞു. ഉക്രൈൻ യുദ്ധവും പുടിനുമായുള്ള ചർച്ചയിൽ വിഷയമായതായും അദ്ദേഹം പറഞ്ഞു. I had a very good call with President Putin. We had a lot of people on the line from our side, from his side. We were talking about Ukraine, which is just a never-ending fight. And when
Look, there's tremendous hatred between President Putin and President Zelensky. They can't seem to get it together. But I think it was a positive call on that subject. And we obviously talked then about the Middle East. And he wants to be helpful. I said, you could be more helpful by getting the Ukraine-Russia war over with. That would be more helpful. But we had a very good talk, and he wants to be very constructive. പശ്ചിമേഷ്യൻ വിഷയങ്ങളും ചർച്ചയായതായി ട്രംപ് വ്യക്തമാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ഇടപെടൽ നടത്തുമെന്ന് പുടിന് ഉറപ്പു നൽകിയെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാൻ റഷ്യ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തി. ഇറാനെ പൂർണ്ണമായും തകർത്തതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇറാൻ നാവികസേനയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് അടുത്ത ലക്ഷ്യമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും പ്രതികരിച്ചു. ഇറാനിലെ 5000-ഓളം കേന്ദ്രങ്ങൾ തകർത്തു, ശത്രു പരാജയപ്പെടാതെ പിന്മാറില്ലെന്നും ഇറാൻ യുദ്ധത്തിന് അന്ത്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നിലപാട് വ്യക്തമാണ്, ഒട്ടും പിന്നോട്ടില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാന്റെ എല്ലാ തകർച്ചയും കണ്ട് ഇറാന്റെ പൂർണ്ണ തകർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ട്രംപ് വീണ്ടും വ്യക്തമാക്കുന്നു, അല്ലേ? തീർച്ചയായും അമൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പീറ്റ് ഹെക്സത്തും അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി ഈ ഇറാനിലെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മേധാവി ജനറൽ കെയിൻ്റെയും ഒരു വാർത്താ സമ്മേളനത്തിലെ മറുപടിയാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ഒരു നീക്കം തന്നെയാണ്. ഹോർമൂസ് കടലിലെ ബന്ദർ അബ്ബാസ് തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ്റെ IRGCയുടെ നാവികസേന പ്രവർത്തിക്കുന്നത്. ഈ നാവികസേനയെ പൂർണ്ണമായും തകർത്ത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതം പൂർണ്ണമായും സുരക്ഷിതവും കൃത്യമായും നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇറാൻ്റെ നേവിയെ പൂർണ്ണമായും തകർക്കും, എയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളെയും തകർക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ദുർബലമായ കാര്യമായ ശേഷിയുള്ള എയർഫോഴ്സ് അല്ല ഇറാനുള്ളത് എങ്കിൽ കൂടി നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായും കൈകാര്യം ചെയ്യുക എന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അത്തരം നീക്കമാണ് ഉണ്ടാവുക. നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ 5000-ഓളം കേന്ദ്രങ്ങൾ ഇന്ന് മാത്രം ലക്ഷ്യം വെച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുമ്പാണ് മറ്റൊരു നിർണായക സംഭവവികാസം ഉണ്ടായിരിക്കുന്നത്. അതായത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗി ലെവ്റോവും അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയും സംസാരിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ സംബന്ധിച്ചാണ് ചർച്ചകൾ നടന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു അമേരിക്ക. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇറാൻ്റെയും റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഇടപെടലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ചർച്ച ഏറ്റവും നിർണായകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. തീർച്ചയായും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികൾ നീക്കുന്നതിന് നയതന്ത്ര തലത്തിലുള്ള ഒരു ഇടപെടൽ ഒരു പരിധിവരെ സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചില വിശദീകരണങ്ങളാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ് ഇറാനെ, ഇനിയും ഇറാനെ പൂർണ്ണമായും നിശ്ചലമാക്കേണ്ടതുണ്ട് എന്ന നിലപാടും അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് പലതരത്തിൽ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു സൈനിക നടപടിക്കോ ഉള്ള സാധ്യത ഒരു അന്തിമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നും പീറ്റ് ഹെക്സത്ത് അറിയിച്ചത് അന്ത്യമില്ലാത്ത പോരാട്ടമല്ല നടക്കുന്നത് ഇറാനിലെന്നാണ്. അധികം വൈകാതെ തന്നെ ഇതെല്ലാം പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഏതാണ്ട് 10 ദിവസങ്ങളോളം കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 10 ദിവസത്തിലേറെയായി ഈ പോരാട്ടം തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സമയമായി എന്ന തോന്നൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അമൽ, യെസ്, വ്യക്തമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ US നിലപാടടക്കമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഐസൺ ജോസ് പങ്കുവച്ചത്. ഇന്ന് ഇറാന്റെ 9 മിസൈലുകളെയും 35 ഡ്രോണുകളെയും നേരിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം. ഇറാൻ ആക്രമണത്തിൽ UAEയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6ആയി. UAE, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ സ്വദേശികളാണ് മരിച്ചത്. ഇതോടെ പരിക്കേറ്റവരുടെ എണ്ണം 122ആയി. വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യൻ ചേർന്നു. ഷിൻസ്, ഇന്ന് ഇറാന്റെ 9 മിസൈലുകളും 35 ഡ്രോണുകൾ നേരിട്ടെന്നാണ് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോഴും ആക്രമണങ്ങൾ അല്ലെങ്കിൽ തുടരുകയാണ്, അല്ലേ? തുടർച്ചയായി 14 ദിവസവും ഇറാന്റെ ഭാഗത്തുനിന്ന് UAEക്ക് നേരെയുള്ള ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ UAEക്ക് ആവുന്നുണ്ടെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ന് UAEക്ക് നേരെ 35 ഡ്രോണുകളും 9 മിസൈലുകളുമാണ് ഇറാൻ അയച്ചത്. ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ UAEക്കായി 9 ഡ്രോണുകൾ രാജ്യത്ത് പതിച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്, പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം UAE 6
പേർ മരിച്ചതായാണ് അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൽ UAE, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് 5 പേർ കൂടിയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതോടെ പരിക്കേറ്റവരുടെ എണ്ണം 122 ആയിട്ടുണ്ട്. ഇത് ഇറാൻ തുടർച്ച 14 ദിവസം ആക്രമണം നടത്തുകയാണ്. ഈ ആക്രമണത്തിൽ യാതൊരു കുറവും അക്രമ ശ്രമങ്ങൾക്ക് കുറവും വന്നിട്ടില്ല എന്നാണ് ഇന്നത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, വ്യക്തമാണ്. ഇപ്പോഴും ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതുവരെ ഇറാന്റെ ആക്രമണ ശ്രമത്തിൽ UAE കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6ആയി. UAE, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ സ്വദേശികളാണ് മരിച്ചത്. ഇതോടെ പരിക്കേറ്റവരുടെ എണ്ണം ഇന്ന് പരിക്കേറ്റത് 5 പേർക്കാണ്. ഇതുവരെ പരിക്കേറ്റ എണ്ണം 122ആയി. വിവരങ്ങൾ നൽകുകയായിരുന്നു ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ. ഇറാന്റെ പുതിയ നേതാവായി ആയത്തുള്ള മുജ്തബ ഖമനിയെ തിരഞ്ഞെടുത്തത് തെറ്റായ നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷിയാകാൻ UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ഇസ്ലാമിക ഭരണകൂടം ഇല്ലാതായതിനു ശേഷം ഇറാന്റെ ഭരണം ആര് കൈയാളുമെന്ന് പറയാനാവില്ല. മുജ്തബ ഖമനിയെ തിരഞ്ഞെടുത്തത് തെറ്റായ നടപടിയെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പടിഞ്ഞാറൻ ടെഹ്റാനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ശാശ്വത സമാധാനമാണ് ഇറാനിൽ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളോട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം യുദ്ധത്തിന്റെ ഭാഗമാകാൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാം ആഹ്വാനം ചെയ്തു. അമേരിക്ക ഇരു രാജ്യങ്ങളുമായും പ്രതിരോധ ധാരണ ഒപ്പുവെക്കാൻ തയ്യാറെന്നും സുരക്ഷ ഉറപ്പാക്കാമെന്നും ഗ്രഹാം പറഞ്ഞു. The Crown Prince has taken Saudi Arabia in a completely different direction in a good way. But here's what I want to say to Saudi Arabia tonight. I'm willing to do a mutual defense agreement with your country to give you protection in perpetuity. Under the agreement I've been pushing, and I hope we can continue to talk about, if you're attacked by Iran, we would go to war for you. To Saudi Arabia, our embassy was hit in Riyadh. Do you not have an obligation to join the fight with us? You've yet to do that. So if you do not believe the American embassy being attacked in Riyadh would trigger mutual self-defense. റിയാദിലെ തങ്ങളുടെ എംബസി ആക്രമിക്കപ്പെട്ടെന്നും അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാൻ സൈന്യത്തിന് മുന്നറിയിപ്പുമായി US സെൻട്രൽ കമാൻഡ് രംഗത്തെത്തി. മിസൈലുകൾ എവിടെ ഒളിപ്പിച്ചാലും US സൈന്യം അവ കണ്ടെത്തി തകർക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 7 വർഷത്തിനിടെ 687 ഭീകരരെ വധിച്ചതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. 616 പേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. ഭീകരാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനിടയിൽ 288 സൈനികർ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചു. 802 പേർക്ക് പരിക്കേറ്റു. 243 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ വിശദമാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർ നേട്ടമാണ് ഗോവ കൈവരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിനോദസഞ്ചാരത്തിനൊപ്പം വിദ്യാഭ്യാസത്തിന്റെയും ആഗോള ഹബ്ബാക്കി ഗോവയെ മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 on 7 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനവിധിയിൽ രോഹിണി മഹേഷ് ചേരും. നമസ്തേ. %100 സാക്ഷരത എന്ന നേട്ടത്തിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും തിളക്കമാർന്ന ചുവടുവയ്പ്പാണ് ഗോവ നടത്തുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഗോവയിൽ ഡോക്ടർ പ്രമോദ് സാവന്ത് സർക്കാർ നടപ്പാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഓരോ മാറ്റങ്ങളുമായി സർക്കാർ ഇത് പ്രാവർത്തികമാക്കുന്നു. ഗോവ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഗവേഷണം, ഇന്നൊവേഷൻ, അക്കാദമിക് ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കും സർവകലാശാലകൾക്കും ആവശ്യമായ ഫണ്ട് നൽകുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റാണ്. ഗോവ സർവകലാശാലയ്ക്ക് ലഭിച്ച A+ NAC അക്രഡിറ്റേഷൻ ഗോവയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ തിളക്കമേറിയ നാഴികക്കല്ലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാനത്തിന്റെ കുതിപ്പ് സാക്ഷ്യപ്പെടുത്തുന്ന അംഗീകാരം കൂടിയാണിത്. പാറൂൾ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളുടെ കടന്നുവരവ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. We are bringing the quality education home. I'm happy to acknowledge that can now pursue the best of the academics right here
surrounded by their families and within the comfort of our homes. These days and will be remembered as the day of the Goa got the first private university. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ പ്രവേശന നടപടികൾ സുതാര്യവും അനായാസവുമാക്കാൻ ആരംഭിച്ച സമർത്ഥ് ഇ ഗവേണൻസ് അഡ്മിഷൻ പോർട്ടലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതായി. പ്രവേശന നടപടികൾ പൂർണ്ണമായി കേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. വിദ്യാർത്ഥികൾക്ക് വിവിധ കോളേജുകളിലേക്കും വിവിധ കോഴ്സുകളിലേക്കും ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ അഡ്മിഷൻ നേടാൻ ഈ സംവിധാനം സഹായിക്കും. ഗ്രാമ നഗര മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് ഗോവയുടെ സ്ഥാനം. വിനോദസഞ്ചാരത്തിനൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെയും ആഗോള ഹബ്ബാക്കി ഗോവയെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനുള്ള നടപടികളും ഗോവ സ്വീകരിച്ചു കഴിഞ്ഞു. ഹോട്ടൽ മാനേജ്മെൻറ്റ് മുതൽ ഫിഷറീസ്, ഫാർമസി, ബയോടെക്നോളജി, മറൈൻ എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങി വിവിധ കോഴ്സുകളിൽ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തോടും കിടപിടിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള പഠന സംവിധാനങ്ങളാണ് ഗോവ ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും സാധ്യതയുള്ള സമുദ്ര പഠനത്തിലും റോബോട്ടിക്സ് ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളിലും പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചാണ് ഗോവ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി വിദേശ വിദ്യാർത്ഥികളടക്കം മുൻഗണന നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നായി ഇന്ന് ഗോവ മാറിക്കഴിഞ്ഞു.